3 ഡിഗ്രി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളൊരു ട്വിസ്റ്റിംഗ് പോയിന്റാണ്, ടേണിംഗ് പോയിന്റ് ആണല്ലോ. അപ്പോൾ ആ കാലത്ത് എൻ്റെ താല്പര്യം ആക്ച്വലി BFA പോയി ഫൈൻ ആർട്സ് പഠിക്കാനൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോൾ അന്ന് സെക്കൻഡ് ഗ്രൂപ്പ് പഠിപ്പിച്ചത് അപ്പോൾ അച്ഛനെപ്പോഴത്തെ ഒരു ഡോക്ടർ, അച്ഛൻ വെറ്റനറി ഡോക്ടറായിരുന്നു. വെറ്റനറി ഡോക്ടർ അല്ല, അലോപ്പതി ഡോക്ടർ ആവണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എനിക്ക് പക്ഷേ ഒരു ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ച ആർട്ടിസ്റ്റ് ആവണമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ജോലി എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഒരു ജോലി മേടിക്ക് എന്നും പറഞ്ഞ് എല്ലാവരെയും പോലെ എന്നെ എൻട്രൻസ് എഴുതിച്ചു. അപ്പോൾ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞിട്ട് ആ റിസൾട്ട് വരുന്ന ഒരു മാസത്തെ ഗ്യാപ്പിൽ എന്നെ അന്ന് ഹൈസ്കൂളിൽ ഡ്രോയിങ് പഠിപ്പിച്ചിരുന്നൊരു EP കുര്യാക്കോസ് മാഷുണ്ടാകും. സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, 10-15 വയസ്സായി കാണണം. അപ്പോൾ സാറ് എന്നെ ഒത്തിരി പ്രോത്സാഹിച്ചിട്ടുള്ളത്. അപ്പോൾ സാറ് അന്ന് സ്കൂളിലെ ജോലിയുടെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ട് ഒരു കമേഴ്ഷ്യൽ ആർട്സ് സെൻറ്റർ നടത്തിയിരുന്നു. അവിടെ എന്നോട് പറഞ്ഞു, സുനിൽ റിസൾട്ട് വരുന്നവരെ സമയമുണ്ടല്ലോ, അവിടെ വന്നിരിക്കാം, കുറച്ച് വരയൊക്കെ പഠിക്കാം, ഞാൻ വരയ്ക്കുന്നതൊക്കെ കാണാം എന്ന് പറഞ്ഞ് സാറാണ് എന്നെ ഓയിൽ പെയിൻറ്റിങ്ങും അത്യാവശ്യം പോർട്രേറ്റും ഒക്കെ വരയ്ക്കാൻ പഠിപ്പിച്ചു. അങ്ങനെ ഒരു 2-2.5 മാസക്കാലം ഉണ്ടായിരുന്നു റിസൾട്ട് വന്ന് ഈ അഡ്മിഷൻ വരുന്നവരെ.